ഒറ്റ കാര്യം പറയാനുള്ളൂ, ആറാട്ടിൽ നിന്ന് എങ്ങനെ തിരിച്ചു വന്നു അതേപോലെ നിവിൻ പോളി തിരിച്ചു വന്നിരിക്കുക. ആരും ഫീൽഡ് ഔട്ട് ആയിട്ടില്ല. I think the charm that I saw him couple of years back, being a Nivin Pauly fan, I think I saw him again. It really felt hard. സ്റ്റോറി ലൈനാണ്, സിമ്പിൾ ആയിട്ടുള്ള സ്റ്റോറി ലൈനാണ്. പക്ഷേ ഫാമിലി ആയിട്ട് കുട്ടികളായിട്ടൊക്കെ നമുക്ക് കണ്ടിരിക്കാൻ പറ്റുന്ന, ഫാമിലി ബന്ധങ്ങൾക്ക് ഒരുപാട് വാല്യൂ കൊടുക്കുന്ന ഒരു സിനിമയായിട്ടാണ് തോന്നിയത്. മൊത്തത്തിൽ നിവിൻ പോളിയുടെ സാധാരണക്കാരൻ എന്നുള്ള ഇമേജ് ഒരു കംബാക്ക് എന്ന് തന്നെ വേണേൽ പറയാം. ഒരു ആക്ഷൻസ് ആണ് കാണുന്നത്. എപ്പോഴും നല്ല അത്യാവശ്യം നമ്മളെ കണ്ടിരിക്കാവുന്ന എല്ലാം ഉണ്ട് കേട്ടോ. പാട്ടും നല്ല ഡാൻസും എല്ലാം ഉണ്ട്. നല്ലൊരു മ്യൂസിക്കൽ എൻ്റർടൈനറാണ്. നടികളെ കുറിച്ച് എനിക്ക് വലിയ പരിചയമില്ലെങ്കിലും അവർ നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. പഴയ ഒരു നിവിൻ പോളി അജു വർഗീസ് ഒക്കെ ഉള്ള പടം കണ്ടവരുണ്ടായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു. കോമഡിയും എല്ലാം വർക്കായി സൂപ്പറായി. നിവിൻ പോളിയുടെ എന്താ ഏറ്റവും ഇഷ്ടപ്പെട്ട ഇതിൽ കോമഡി? പഴയ ഇവർ രണ്ടുപേരും ഒരുമിച്ചുള്ള ഓരോ സിനിമകള് അതിന്റെ ഒരു കെമിസ്ട്രി ഇപ്പോഴും ഉണ്ട്. നല്ല രസമുണ്ട്. അടിപൊളിയാണോ? നല്ല ആക്ഷൻസാണ്. ചിരിക്കാനൊക്കെ ഉണ്ടോ? എന്തായാലും കുറെ എന്തായാലും ക്രിസ്മസ് പുതുവത്സരമായിട്ട് നല്ലൊരു സിനിമ. ഒരുപാട് നാളായി ഇങ്ങനെ പടം. അഖിൽ സത്യൻ രചനയും സംവിധാനവും നിർവഹിച്ച് നിവിൻ പോളിയും അജു വർഗീസും പ്രധാന വേഷത്തിലെത്തുന്ന സർവമായ ഇന്ന് തിയേറ്ററിൽ എത്തുകയാണ്. ഞാനിപ്പോൾ ഉള്ളത് വനിതാ വിനീത തിയേറ്ററിലാണ്. എങ്ങനെയുണ്ട് സർവമായ, എങ്ങനെയുണ്ട് നിവിൻ പോളി അജു വർഗീസ് എന്ന് നമുക്ക് പ്രേക്ഷകരോട് ചോദിച്ചറിയാം. നല്ല സിനിമ, എന്താ പറയുക, ക്രിസ്മസ് പുതുവത്സരമായിട്ട് നല്ലൊരു സിനിമ. ഒരുപാട് നാളായി ഇങ്ങനെ പടം. നിവിൻ പോളിയെ സ്ക്രീനിൽ കണ്ടപ്പോൾ എന്തോ നിവിൻ പോളി അജു വർഗീസ് രണ്ടുപേരെയും അല്ല, കുറെ നാളായി അവരൊരു കൂട്ടുകെട്ട് കണ്ടിട്ട് എന്തായാലും സന്തോഷമായി. കുടുംബമായിട്ട് കാണാൻ പറ്റിയ നല്ലൊരു പടം. എൻ്റെ സുഹൃത്ത് നേരത്തെ നിങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്നു, ആളെ അഭിനയിച്ചിട്ടുണ്ടായിരുന്നു. വിവേക് രാജ്. ഒരു പഴയ സത്യന്തിക്കാട് മോഹൻലാൽ ശ്രീനിവാസ് പടം കാണുമ്പോൾ തോന്നി. ശ്രീനിവാസ് മോളെ പോലെയാണ് ലാലേട്ടൻ, നിവിൻ പോളി, അജു വർഗീസ. അഖിൽ സത്യം പറഞ്ഞ സത്യന്തിക്കാട് അതേ ഡയറക്ഷൻ. നല്ലൊരു എൻ്റർടൈനറാണ്. കോമഡി, റൊമാൻസ്, സെൻറ്റിമെൻറ്റ്സ് എല്ലാം ഉണ്ട്. ഫാമിലി പടമാണ്. അതിന് ഒപ്പം മെസ്സേജും ഉണ്ട്. പാരസൈക്കോളജി, ബ്രാഹ്മണിസം, എത്തിയിസം എല്ലാം കാണിക്കുന്നത്. എല്ലാം കൊണ്ട് നല്ല ഫിലിമാണ്. നിവിൻ പോളിയുടെ ശക്തമായ തിരിച്ചുവരവാണ്. ഞാൻ പറഞ്ഞു ലാലേട്ടൻ തിരിച്ചു വരും പറഞ്ഞു, ദിലീപേട്ടൻ തിരിച്ചു വരുന്നുണ്ട്, അതേപോലെ നിവിൻ പോളിയും തിരിച്ചു വന്നിരിക്കുക. ഉഗ്രം പടമാണ് ഇത്. ക്രിസ്മസിന് എല്ലാവരും പോയി കാണും. യാതൊരു ലാഗ് അങ്ങനൊന്നുമില്ല, വൾഗാരിറ്റി ഇല്ല. ഫാമിലിയായിട്ട് കാണാം. ഒറ്റ കാര്യം പറയാനുള്ളൂ, ആറാട്ടിൽ നിന്ന് എങ്ങനെ തിരിച്ചു വന്നു അതേപോലെ നിവിൻ പോളി തിരിച്ചു വന്നിരിക്കുക. ആരും ഫീൽഡ് ഔട്ട് ആയിട്ടില്ല. സർവമായ എങ്ങനെയുണ്ടായിരുന്നു? നിവിൻ പോളിയുടെ കംബാക്ക് ആണ്. ഈ നിവിൻ പോളി എന്ന് പറയുന്ന പുള്ളി ഒരുപാട് നാളായിട്ട് സിനിമകളും നമ്മുടെ ഇതൊന്നും മാറിക്കായിരുന്നു. പക്ഷേ ആ പുള്ളിയുടെ ഒരു പ്രത്യേക ഒരു അഭിനയത്തിൻ്റെ രീതിയിൽ ഇപ്പോൾ ലൈക്ക് ലാലേട്ടൻ അങ്ങനെയുള്ള ഒരു ഇതുണ്ട്. മുണ്ടൊക്കെ എടുത്ത് വന്ന് ഒരു നാടൻ ടച്ചൊക്കെ ആയിട്ട് ഇതിലും അതുപോലെ തന്നെയാണ്. നമ്മുടെ ഒരു ഗ്രാമീണ പശ്ചാത്തലമൊക്കെ ആയിട്ടാണ് തോന്നുന്നത്. അഖിൽ സത്യനാണ്, സത്യനേൻ്റെ മകനാണ്. നല്ല രീതിക്കുള്ള ഡയറക്ഷനും അതായാലും വിഷ്വൽ ബൂട്ടി. നമ്മൾ ഇതിൽ ഒരു സാധനമുണ്ട്, അത് നമ്മൾ എല്ലാ സിനിമകളും നമ്മൾ കണ്ട് ഭയങ്കര ഇറിറ്റേഷനായ സാധനമാണ്. അതിന് വ്യത്യസ്തമായ രീതിയിൽ അവതരണ രീതിയിൽ നല്ല രീതിയിൽ ഹ്യൂമറായിട്ട് ഒരു ഇമോഷണൽ രീതിയിൽ അവസാനിക്കുന്ന രീതിയിലാണ് പടം ചെയ്ത് വെച്ചേക്കുന്നത്. അജു വർഗീസ് ആണെങ്കിലും നിവിൻ ആണെങ്കിലും നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. അവരെ നല്ലൊരു കോംബോ. പിന്നെ ഇതിൽ അൽത്താഫ് ഉണ്ട്, പിന്നെ 2-3 ആൾക്കാരുണ്ട് ഇതിൽ, നമുക്കിപ്പോൾ പറയാൻ പറ്റത്തില്ല. എല്ലാവരും ഭയങ്കര അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. നല്ലൊരു പടമാണ്. ഇപ്പോൾ നിവിൻ്റെ ഒരു വൻ തിരിച്ചുവരവെന്ന് നമുക്കിത് പറയാം. 2025 ക്രിസ്മസ് നിവിൻ പോളിയുടെയും കൂടി ഒരു വർഷമാണ്. നിവിൻ പോളിയുടെയും കൂടി വർഷമാണ്. 2026 നിവിൻ പോളി അങ്ങ് എടുത്തു ആവട്ടെ. നല്ല പടങ്ങൾ ഇനി ലൈനപ്പിൽ എടുക്കുന്നുണ്ട്. എല്ലാം ഇതുപോലെ നല്ല രീതിക്ക് ആവട്ടെ. നല്ല സിനിമയായിരുന്നു, സൂപ്പർ സിനിമയായിരുന്നു. അതായത് ഒരു ഫീൽ ഗുഡ്, നമുക്ക് ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുമല്ലോ സിനിമ കണ്ടു കഴിയുമ്പോൾ. ആ സാറ്റിസ്ഫാക്ഷൻ തന്നൊരു സിനിമയായിരുന്നു. നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. നിവിൻ്റെ ഒരു കംബാക്ക് തന്നെ പറയാം. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു പടം. നന്നായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട് സിനിമ. പിന്നെ അഖിൽ സത്യനാകുമ്പോൾ നമ്മൾ ഒരുപാട് പ്രതീക്ഷിക്കല്ലോ. സത്യനന്ദിക്കാടിൻ്റെ ആ ഒരു വിഷ്വൽ ബ്യൂട്ടിയൊക്കെ വന്നിട്ടുണ്ട് തീർച്ചയായിട്ടും. കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ഞാൻ കുറേ കാലത്തിന് ശേഷമാണ് ഇത്രയും ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്ന ഒരു സിനിമ കണ്ടിട്ട്. നല്ല സിനിമയായിരുന്നു. എല്ലാവരും തിയേറ്ററിൽ തന്നെ ഒന്ന് കാണണം എന്നാണ് പറയുന്നത്. നിവിൻ പോളി ഒരുപാട് പേര് കളിയാക്കിയ ഒരു സമയം ഉണ്ടായിരുന്നു. പക്ഷേ ഇത് ഒന്നുമല്ല, തിരിച്ചു വന്നു. നിവിൻ പോളി തിരിച്ചു വന്നു. തീർച്ചയായിട്ടും നല്ലൊരു സിനിമ. അത് എനിക്കൊന്നും ലാലേട്ടൻ്റെ ഒരു പഴയ ഒരു ടച്ചൊക്കെ ഫീൽ ചെയ്തു. അതായത് ഒരു നമ്പൂതിരി ആ ഒരു സംഭവം വന്നപ്പോൾ ലാലേട്ടൻ്റെ പഴയ ഒരു ഫീൽ, അങ്ങനത്തെ ഒരു സാധനം വന്നു. പിന്നെ ഒരു വെറൈറ്റി ജോണറായിരുന്നു. എന്താ പറയുക, ഞാൻ ഭയങ്കര കംപ്ലീറ്റ്ലി സാറ്റിസ്ഫൈഡ് ആണ്. അത് ചിരിയെ കുറിച്ച് പറയില്ല. ലാലേട്ടന് ശേഷം അത്രയും നല്ലൊരു ഗംഭീര ചിരിയുള്ള ആളാണ് എന്ന് പറയാറുണ്ട്. അതെ. ഇപ്പോൾ പൃഥ്വിരാജ് പറഞ്ഞിട്ടുണ്ടായിരുന്നു മുണ്ടെടുത്താൽ ഏറ്റവും കൂടുതൽ ഭംഗിയില്ല പൃഥ്വിരാജിനാണെന്ന്. പക്ഷേ എനിക്ക് തോന്നുന്നു നിവിനാണ് കുറച്ചുകൂടി കംപ്ലീറ്റ് ആയിട്ട്. ഞാൻ നിവിൻ പോളി ഫാനാണോ എന്ന് വെച്ചാൽ അത്ര വലിയ ഫാനല്ല, ബട്ട് എനിക്ക് ഈ സിനിമ ഭയങ്കരമായിട്ട് വർക്കായി. നിവിൻ കിട്ടില്ലായിരുന്നു. സർവമായ എങ്ങനെയുണ്ടായിരുന്നു? കൊള്ളായിരുന്നു, നൈസായിരുന്നു. പിന്നെന്താ, അത് കൊള്ളായിരുന്നു. ഒരു ഭയങ്കര ഫീൽ ഗുഡ് പടമായിരുന്നു. നൈസായിരുന്നു. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എല്ലാവരും തിയേറ്ററിൽ പോയി കാണും. ലാലേട്ടൻ പടം കാണുന്ന പോലെ തോന്നിയോ? ലാലേട്ടനെ പോലെ തോന്നിയോ നിവിൻ പോളി എവിടെയെങ്കിലും? അങ്ങനെയല്ല, നിവിൻ പോളി ലാലേട്ടൻ ഇല്ല, കൊള്ളായിരുന്നു. നിവിൻ പോളി നന്നായിട്ട് ചെയ്തു. നിവിൻ പോളി നല്ല അജു വർഗീസ് നിവിൻ പോളി കോംബോ ഒക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നമുക്ക് ഭയങ്കര ഒരു
ഒരു എന്താ പറയുക ഉള്ളു തുറന്ന് ചിരിച്ചു. നല്ല രസമുണ്ട് കാണാൻ. ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് ഒരു നല്ലൊരു ചിരിക്കുന്ന ഒരു പടം കാണുന്നത്. എങ്ങനെയായിരുന്നു എന്ന് ചോദിച്ചാൽ അങ്ങനെയും പറയാം. ഞാൻ കണ്ടത് ഓർമ്മയില്ല, അറിയില്ല. കൊള്ളായിരുന്നു. നിവിൻ പോളി നൈസായിരുന്നു. പിന്നെ ആ പുതിയ വന്ന ആളായിരുന്നു ആ നായിക, ഭയങ്കര രസമുണ്ടായിരുന്നു. ജനാർദ്ദനൻ ചേട്ടനൊക്കെ എങ്ങനെയുണ്ട്? എല്ലാവരും ഇപ്പോൾ കുറച്ച് കാസ്റ്റേ ഉള്ളെങ്കിലും എല്ലാവർക്കും നന്നായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. സർവമായ നിവിൻ പോളിയുടെ ഒരു കംബാക്ക് എന്നുള്ള രീതിയിലാണ് സിനിമ ഇറങ്ങുന്നതിന് മുമ്പ് ചർച്ച ചെയ്തത്. അതുപോലെ തന്നെ ഈ സിനിമയ്ക്ക് ഒരു ട്രെയിലർ ഇറക്കിയിട്ടുമില്ല അവർ. അപ്പോൾ അതിനകത്ത് തന്നെ ഈ സിനിമയ്ക്കകത്ത് ഫ്രഷ് ആയിട്ട് എന്തോ ഉണ്ട് എന്നുള്ളൊരു തോന്നൽ. അപ്പോൾ തന്നെ അതിനകത്ത് നിവിൻ പോളി അജു കോംബോ വളരെ രസകരമായിട്ട് വന്നിട്ടുണ്ട്. സാധാരണ ഒരേ കോംബോ തന്നെ ആവർത്തിക്കുമ്പോൾ നമുക്കൊരു റിപ്പീറ്റേഷൻ മോഡ് വരുമല്ലോ, അതൊന്നും വരാതെ തീർത്തും ഫ്രഷ് ആയിട്ടുള്ള ഒരു പെയറിംഗ് ആയിട്ടാണ് തോന്നിയത്. പിന്നെ ഇതിനകത്ത് 2 നായികമാരുണ്ട്. അപ്പോൾ അവരും നിവിനും തമ്മിലുള്ള കെമിസ്ട്രി അടിപൊളിയായിരുന്നു. പിന്നെ ഒരു നാട്ടിൻപുറം അത് കാണിക്കുമ്പോൾ തന്നെ നമ്മളൊക്കെ അധികം പരിചയമില്ലാത്ത ഒരു പൂജാരികൾ, അതായത് നമ്പൂതിരിമാരുടെ കുടുംബം, അത് സാധാരണ സിനിമയ്ക്കകത്തേക്ക് 1-2 കോമഡി അല്ലെങ്കിൽ വാദ്യം ഒഴിപ്പിക്കുക അങ്ങനെ കാണിച്ചതിൽ നിന്ന് കുറച്ചുകൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് അത് കാണിച്ചു. വളരെ ഇമോഷണലായിട്ട് കണക്ട് ചെയ്യുന്ന ഒരു സ്റ്റോറി ലൈനാണ്. സിമ്പിളായിട്ടുള്ള സ്റ്റോറി ലൈനാണ്. പക്ഷേ ഫാമിലി ആയിട്ട് കുട്ടികളായിട്ടൊക്കെ നമുക്ക് കണ്ടിരിക്കാൻ പറ്റുന്ന, ഫാമിലി ബന്ധങ്ങൾക്ക് ഒരുപാട് വാല്യൂ കൊടുക്കുന്ന ഒരു സിനിമയായിട്ടാണ് തോന്നിയത്. മൊത്തത്തിൽ നിവിൻ പോളിയുടെ സാധാരണക്കാരൻ എന്നുള്ള ഇമേജ് ഒരു കംബാക്ക് എന്ന് തന്നെ വേണേൽ പറയാം. കുറച്ചൊരു അവാർഡ് അക്കാദമി ടൈപ്പ് സിനിമകൾ കഴിഞ്ഞിട്ട് നിവിൻ പോളിയുടെ നമ്മൾ കാണാൻ ആഗ്രഹിക്കുന്ന ഒരു റോളിലേക്കുള്ള തിരിച്ചുവരവാണ്. കുടുംബമായിട്ട് ഈ സീസൺ കാണാൻ ഫസ്റ്റ് ചോയ്സ് ഈ സിനിമയായിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയം. പിന്നെ പൊളിറ്റിക്കൽ ഒരു കൊട്ടു കൊടുക്കേണ്ടവർക്ക് കൊട്ടു കൊടുക്കുന്നുണ്ടോ? അല്ല അങ്ങനെയും രാഷ്ട്രീയപരമായിട്ടും രാഷ്ട്രീയപരമായിട്ട് ഇപ്പം എങ്ങനെ വേണമെങ്കിലും അത് ചിന്തിച്ചെടുക്കാം. പക്ഷേ അതൊന്നും അല്ല പടത്തിൻ്റെ മെയിൻ ഫോക്കസ്. അവിടെയൊന്നുമല്ല. മെയിൻ ഫോക്കസ് എന്ന് പറയുന്നത് ശരിക്കും ബന്ധങ്ങൾ തമ്മിലുള്ള ഇമോഷനും, അതായത് മരണത്തിന് മുമ്പോ മരണത്തിന് ശേഷമോ എങ്ങനെയാണെങ്കിലും മനുഷ്യൻ്റെ തമ്മിലുള്ള റിലേഷന് തന്നെയാണ് ആൾക്കാരുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്നുള്ള മെസ്സേജാണ്. അത് കാണുന്നവർക്ക് പല രീതിയിൽ വേണമെങ്കിലും എടുക്കാം. അങ്ങനെ പൊളിറ്റിക്കലി അങ്ങനെ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്ത പോലെ ഒന്നും തോന്നിയിട്ടില്ല. എല്ലാം കോമഡി ആയിട്ട് ആ ലൈറ്റ് ആയിട്ടാണ് എടുത്തത്. പലർക്കും അവരവരുടേതായ അഭിപ്രായങ്ങളുണ്ടാവും. അതിനെയൊന്നും ചോദ്യം ചെയ്യുന്നതായിട്ടൊന്നും തോന്നിയിട്ടില്ല. മെയിനായിട്ട് ഇമോഷണൽ ഒരു ലൈൻ, പിന്നെ കോമഡി ഹ്യൂമർ ലൈനാണ് കൂടുതൽ എക്സ്പോസ് ചെയ്ത് വന്നിരിക്കുന്നത്. അത് വളരെ രസകരമായിട്ട് തിയേറ്ററിൽ നല്ലൊരു കുറേ നമ്മുടെ ആക്ഷൻ, വയലൻസ്, ത്രില്ലർ മൂവികളുടെ ഇടയിൽ നിന്ന് വളരെ ഒരു സിനിമയ്ക്കകത്ത് തന്നെ ഒരു കുളിർക്കാറ്റിന് ഒരു പ്രാധാന്യമുണ്ട്. അതുപോലെ കുളിർക്കാറ്റ് പോലുള്ള ഒരു സിനിമയായിട്ടാണ് ഫീൽ ചെയ്തത്. പറയുകയാണെങ്കിൽ നിവിൻ പോളിയുടെ കുറേ നാളുകൾക്ക് ശേഷം നമ്മുടെ പുള്ളിയുടെ ഒരു പടമാണ്. കാരണം പഴയ ഒരു നിവിൻ പോളിയുടെ ആ സ്റ്റൈലിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് പുള്ളി ബോഡിയൊക്കെ മെയിൻറ്റെയിൻ ചെയ്തു, നല്ല രീതിയിൽ വന്നിട്ടുണ്ട്. പിന്നെ അതിനകത്ത് അജു വർഗീസിൻ്റെ പ്രകടനം നമ്മൾ ഇന്നസെൻ്റ് ചേട്ടനെ ഓർമ്മിപ്പിക്കുന്ന രീതിയിലാണ് അജു വർഗീസിൻ്റെ പ്രകടനം. പിന്നെ നമ്മൾ കുറേ നാളായിട്ട് സ്ക്രീനിൽ കാണാൻ ജനാർദ്ദൻ ചേട്ടൻ ഒരു നല്ല സ്ക്രീൻ സ്പേസ് വന്നിട്ടുണ്ട്. കാരണം ജനാർദ്ദൻ ചേട്ടൻ എപ്പോഴും ആൾക്കാരെ ചിരിപ്പിക്കാൻ പറ്റും എന്നുള്ള രീതിയിൽ പ്രൊഫം ചെയ്തിട്ടുണ്ട്. രഘുനാഥ് പലേരി കൊല്ലം എല്ലാ കഥാപാത്രങ്ങളും അവർ ഇതിനോട് നീതി പുലർത്തിയിട്ടുണ്ട്. ഒരു മ്യൂസിക്കൽ എൻ്റർടൈനറാണ്. പക്ഷെ ഒരു മിത്തിൽ പോകുന്ന ഒരു പടമാണ്. എങ്കിലും ഒരു എന്റർടൈനറാണ്, കണ്ടിരിക്കാം. അഖിൽ സത്യനന്ദിക്കാടിന്റെ പോലെ തന്നെ ഈ ഗ്രാമീണതയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടോ മൊത്തത്തില്? പുള്ളിയുടെ ഡയറക്ഷൻ കൊള്ളാം. പിന്നെ ഒരു കഥ വെച്ചിട്ട് അധികം കഥാപാത്രങ്ങൾ ചില സന്ദർഭങ്ങളിലൊക്കെ 2 പേരിൽ സംഭാഷണം ഒതുങ്ങിപ്പോവും. അപ്പോൾ ആ ഒരു ചെറിയൊരു ബോറടി നമുക്ക് തോന്നുന്നുണ്ട്. 2 പേര് മാത്രം ഇന്ന് കുറേ സംഭാഷണം നടത്തുന്ന ഇപ്പോഴത്തെ ചിലപ്രകാരം ഉൾക്കൊള്ളില്ല. അവർ ആക്ഷൻസാണ് കാണുന്നത്. എപ്പോഴും നല്ല അത്യാവശ്യം നമ്മളെ കണ്ടിരിക്കാവുന്ന എല്ലാം ഉണ്ട് കേട്ടോ. പാട്ടും നല്ല ഡാൻസും എല്ലാം ഉണ്ട്. നല്ലൊരു മ്യൂസിക്കൽ എൻ്റർടൈനറാണ്. നടികളെ കുറിച്ച് എനിക്ക് വലിയ പരിചയമില്ല, എങ്കിലും അവർ നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. നിവിൻ പോളി കൊള്ളാം. നിവിൻ പോളി നല്ലൊരു തിരിച്ചറിവാണ്. നല്ല രസമുണ്ട്. നല്ല ഫീൽ ഗുഡ് അടിപൊളി മൂവിയാണ്. നിവിൻ പോളിയുടെ നമ്മൾ പണ്ട് കാണുന്ന നിവിൻ പോളി കാണാൻ പറ്റുന്നുണ്ട്. ഒരു ചിരിയായാലും അടിപൊളിയായിട്ട് എനിക്ക് തോന്നുന്നു ആ പുള്ളിയുടെ തിരിച്ചുവരവാ സൂപ്പറായിട്ടുണ്ട്. എനിക്ക് നല്ലതായിട്ട് ഇഷ്ടപ്പെട്ടു. ചിരിക്കാനും കരയിപ്പിക്കുകയൊക്കെ ചെയ്യോ? ഉണ്ട് നല്ലതായിട്ട് ചിരിക്കുന്നുണ്ട്, സങ്കടം വരുന്നുണ്ട്. എന്തായാലും എല്ലാം കൂടി അതൊരു മിക്സ് ആയിട്ട് സന്തോഷമായി, നല്ല അടിപൊളിയായി. പഴയ ഒരു നിവിൻ പോളി അജു വർഗീസ് ഒക്കെ ഉള്ള പടം കണ്ടവരുണ്ടായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു. കോമഡിയും എല്ലാം വർക്കായി സൂപ്പറായി. നിവിൻ പോളിയുടെ എന്താ ഏറ്റവും ഇഷ്ടപ്പെട്ട ഇതില്? കോമഡി പഴയ ഇവർ രണ്ടുപേരും ഒരുമിച്ചുള്ള ഓരോ സിനിമകള് അതിന്റെ ഒരു കെമിസ്ട്രി ഇപ്പോഴും ഉണ്ട്. നല്ല രസമുണ്ട്. നിവിൻ പോളിയുടെ മുഖത്തിന് ചിരിച്ചുകൊണ്ടുള്ള ഒരു കളറൊക്കെ ഉണ്ടാവും. നല്ല ഇപ്പൊ കുറെ നാളായിട്ട് പുള്ളിയുടെ അങ്ങനെ സൂപ്പർ പടമൊന്നും നമ്മൾ കണ്ടിട്ടില്ല. ഇത് നല്ല രസമുണ്ട് പടം. സുഖമാണ്. പടം ഇഷ്ടായോ? ഇഷ്ടായി. ക്യൂട്ട് മൂവിയാണോ? നിവിൻ പോളി ചേട്ടൻ എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളിയാണോ? നല്ല ആക്ഷൻസാണോ? ചിരിക്കാനൊക്കെ ഉണ്ടോ? എന്തായാലും കുറെ ഉണ്ടായിരുന്നു. എങ്ങനെയുണ്ട്? നല്ല മൂവിയാണ്. നമ്മളെല്ലാരും എക്സ്പെക്ട് ചെയ്ത പോലെ നല്ലൊരു റിട്ടേൺ ആണ്.
പിന്നെ ഒരു ക്യൂട്ടാണ്, ഒരു ഫീൽ ഗുഡ് മൂവിയാണ്. അപ്പോൾ എല്ലാ കോംബോയും നല്ലതായിട്ട് വർക്ക് ചെയ്തു. അജു വർഗീസ് ആണെങ്കിലും എല്ലാവരും ആണെങ്കിലും നന്നായിട്ട്. നിവിൻപോളിയുടെ ആ ഒരു ചിരിയൊക്കെ അതെ, ഉണ്ടല്ലോ, നമ്മളെല്ലാവരും കുറെ വെയിറ്റ് ചെയ്തിട്ടുള്ള ഒരു നിവിൻ പോളി തിരിച്ചു വന്നു. അപ്പോൾ നല്ല എന്താ പറയുക, പിന്നെ ഈവൻ ആ ഒരു ഗോസ്റ്റ് ആണെങ്കിലും അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. എല്ലാവരും കൊണ്ടും ഒരു ക്യൂട്ട് മൂവിയാണ്. എല്ലാവരും അജു വർഗീസ് നിവിൻപോളി കോംബോ എങ്ങനെയുണ്ടായി? ഡെഫിനറ്റ്ലി നമ്മളെല്ലാം മുമ്പ് കണ്ടിട്ടുള്ള പോലെ അല്ലെങ്കിലും ഒരു സെറ്റിലായിട്ടുള്ള നല്ലൊരു മൂവിയാണ്. രണ്ടുപേരുടെയും കോംബോ നല്ലതായിട്ട്. നല്ല പടം. ഒരു കുറെ നാൾ ശേഷം കുറച്ച് ഫണ്ണായിട്ട് ചിരിക്കാനൊക്കെ ഉണ്ടായിരുന്നു. നല്ല പടം. ആ ഒരു പ്രേമത്തിലൊക്കെ കണ്ട നിവിൻപോളിയെ ഇതിൽ കാണാൻ പറ്റുന്നുണ്ടോ? പ്രേമത്തിലല്ല, ഇത് നമുക്ക് വേറെ രീതി ഫണ്ണായിട്ടാണ്. പ്രേമത്തിൽ ഇത്രയും മാസങ്ങളൊക്കെ പോലെ ഇതൊരു ഫണ്ണായിട്ട് അജു ആണെങ്കിലും ഇവനാണെങ്കിലും രണ്ടുപേരും കൂടി അറിയാലോ. അത് തന്നെ ഇതിലും എല്ലാം അടിപൊളിയായിരുന്നു. കോമഡി എപ്പോഴും നിവിൻപോളി നല്ല രീതിയിൽ അതെ അതെ, പുള്ളിയുടെ സൈഡ് സോൺ തന്നെ ഇത് അതങ്ങനെ തന്നെ അടിപൊളിയായിട്ട് പോയിട്ടുണ്ട്. ഫണ്ണാണെങ്കിൽ ശരിക്കും ആ എക്സ്പ്രഷൻ ഒക്കെ കറക്റ്റ് നല്ല പെർഫെക്റ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട് പുള്ളിക്കാരൻ. How was the movie? I think it was beautiful. Too beautiful. Yes. Nivimpoli. I think the charm that I saw him couple of years back, being a Nivin Pauly fan, I think I saw him again. It really felt hard. Malayalam movie, are you like? Yes, I am a big fan of Malayalam movies. ഇതില് അഭിനയിച്ചിട്ടുണ്ട്. ആക്ച്വലി പടത്തിന്റെ അസോസിയേറ്റ് ആണ്. ആണോ? അപ്പോൾ ഞാൻ പറഞ്ഞിട്ട് എന്തായാലും സർവമായ സ്ക്രീനിൽ കണ്ടപ്പോ എന്തോ ആ ഒരു ഭയങ്കരമായിട്ട് ഇമോഷണൽ ആയിരുന്നു. എല്ലാം നമ്മൾ ആലോചിക്കുന്ന സ്ഥലത്ത് ആൾക്കാർ ചിരിക്കുന്നു. നമ്മൾ വിചാരിച്ചിടത്ത് എല്ലായിടത്തും കറക്റ്റായിട്ട് കൈയടി വീഴുന്നു കാണുമ്പോൾ തന്നെ ഒരു നല്ല ജഡ്ജ്മെന്റ്, ഒരു ക്ലാരിറ്റി ഉള്ള സാധനം കിട്ടി. അഖിലൊക്കെ നിവനൊക്കെ ദുബായിലാണ്, അപ്പോൾ അവരവിടെ കാണുകയാണ്. എല്ലാവരും ഭയങ്കര ഹാപ്പി. നിവിൻപോളിയൊക്കെ ഹാപ്പി ആണോ? ഭയങ്കര ഹാപ്പിയാണ്. എല്ലാരും പറയുന്നത് നിവിൻപോളി നമുക്ക് തിരിച്ചു കിട്ടിയ പഴയ അത് നിവിൻപോളി. നിങ്ങളാണ് പറയേണ്ടത്. നിങ്ങളെല്ലാവരും ആണ് പറയേണ്ടത്. പക്ഷെ നമ്മൾ ഹാപ്പിയാണ് ഒരു നല്ല സിനിമ ഉണ്ടാക്കി. സർവമായ എങ്ങനെ തോന്നി സ്ക്രീനിൽ കണ്ടപ്പോ? എങ്ങനെ ഉണ്ടായിരുന്നു? നല്ല അടിപൊളി പടമാണ്, നല്ല ഫീൽ ഗുഡാണ്, നല്ല കോമഡി. അജിത് ചേട്ടനായാലും നിവിൻ ചേട്ടനായാലും അവരുടെ കോമ്പിനേഷൻ ഉണ്ടല്ലോ, അത് നന്നായിട്ട് ഉറക്കമായിട്ടുണ്ട്. പിന്നെ അഖിൽ ചേട്ടൻ്റെ ഡയറക്ഷൻ സൂപ്പർ ആയിട്ടുണ്ട്. പിന്നെ സ്റ്റോറി നല്ല സ്റ്റോറിയാണ്. അതിലൊരു ചെറിയ പാർട്ടായിട്ടുണ്ട്, ചെറിയൊരു ഗോസ്റ്റ്. അതിൽ ബിഗ് സ്ക്രീനിൽ കാണാൻ പറ്റിയിട്ട് വളരെ വളരെ സന്തോഷം. വളരെ സന്തോഷമുണ്ട്. എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി കാണാം. ക്രിസ്മസ് നിവിൻ ചേട്ടനെ തൂക്കി. സർവമായ ഒന്നും പറയാനില്ല. നിങ്ങൾ ഈ പ്രേക്ഷകരുടെ അഭിപ്രായമൊക്കെ കേട്ടിട്ടില്ല, അത് തന്നെയാണ് എനിക്കും പറയാനുള്ളത്. നിവിൻപോളിയുടെ ഒരു ശക്തമായിട്ടുള്ള തിരിച്ചുവരവാണ്. നിവിൻപോളി എവിടെയും പോയിട്ടില്ല, നമ്മുടെ മലയാള സിനിമയിൽ തന്നെയുണ്ട്. പക്ഷെ നമ്മൾ കണ്ടിരുന്ന ഒരു നിവിൻപോളി ഉണ്ടായിരുന്നല്ലോ, ആ ഒരു കുസൃതി ചിരിയും ആ ഒരു മുഖത്തെ നാണവും ഒക്കെ ആയിട്ട്, ആ പ്രണയവും ഒക്കെ ആയിട്ട്, അങ്ങനെയുള്ള ഒരു നിവിൻപോളിയെ നമുക്കിതിൽ തിരിച്ചു കിട്ടി. അതുപോലെ തന്നെ നിവിൻപോളി അജു വർഗീസ് കോംബോ ഒരിക്കലും മടുക്കാത്തൊരു കോംബോ ആണെന്ന് വീണ്ടും വീണ്ടും തെളിയിക്കുകയാണ്. അഖിൽ സത്യൻ ഒന്നും പറയാനില്ല. സത്യൻ അന്തിക്കാടിന് ഒരു പകരക്കാരൻ തന്നെയാണ് അഖിൽ സത്യൻ എന്ന് നമുക്ക് പറയാൻ പറ്റും. അദ്ദേഹത്തിന്റെ രചനയും സംവിധാനവും പൊളിച്ചിട്ടുണ്ട്. എന്തായാലും കുടുംബമായിട്ട് വന്ന് കാണാൻ പറ്റിയ ഒരു സൂപ്പർ മൂവി തന്നെയാണ് സർവമായ.